അച്ഛാ ആ അങ്ങോട്ട് അങ്ങോട്ട് ഇന്നും കൊണ്ട് എല്ലാ പോസ്റ്റും പൊട്ടിച്ച് തീർന്നു. നമുക്ക് ഒരുപാട് പണിയുള്ളതാണ്. ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ബാക്കി കിടക്കുകയാണ്. ചേട്ടാ ഇവിടെ കുറച്ചുകൂടെ മതി. അവിടെ ഒട്ടി. നേരെ ഒട്ടിക്ക്. കൊട്ടിക്കോട്ടെ. സൂപ്പർ ഫോട്ടോ അല്ലേ ചേട്ടാ? ഒട്ട് പാർട്ടിക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണ്. സൂപ്പർ ഗ്ലാമർ, നല്ല ഗ്ലാമർ. ഇവിടെ ചിഹ്നം കുന്തം പൊട്ടുന്നില്ല. മതിയല്ലോ? മതിയാ? വാ അപ്പുറത്ത് 2 എണ്ണം ഒട്ടണം. അവിടെ വേണം. അതെന്താ ഇതാരുടെ INSP പച്ചക്കുളം പാച്ചുള്ളേ? അവന്റെ സ്ഥാനാർത്ഥി അവന്റെ ചിഹ്നം നോക്കി. ചിഹ്നവും അവന്റെ ഓന്തിന്റെ മുഖവും കറക്റ്റ് ഒരുപോലെ പറ്റിയ ചിഹ്നം തന്നെ. അറിയോ ഇത് നാഴികക്ക് 40 വട്ടം നിറം മാറുന്ന ആളല്ലേ? നീ അത് പറയരുത്. നീ എവിടെ നിന്ന് വന്നാന്നുള്ള ഓർമ്മ വേണം. അടിയന്തര ഘട്ടങ്ങളിൽ കാലുമാറ്റം അനിവാര്യമാണ് നേതാവേ. ഇവിടെ വേറെ ആരും ജയിക്കൂല, നമ്മളെ ജയിക്കുള്ളൂ. ഇസാഖ് തരകൻ തന്നെ അടുത്ത ആള്. അത്ര ഉള്ളു. ഇത് ക്ലീറ്റോരെ പാർട്ടിയുടെ ആളാണ്. ക്ലീറ്റോ പിന്താങ്ങുന്നില്ലേ അവന്റെ DDT-രെ? ഒട്ട് നേരെ അങ്ങോട്ട് തേയ്. അവിടെ നന്നായിരിക്കണം അത്. ഒട്ടും അല്ലാതെ ഇതെവിടെ പോവാനെ? പൊട്ടിക്കോ. അതുകൊണ്ട് ആ പാച്ചുള്ളതിനെ ഇവിടെ പറിച്ചോളാം. അതൊന്നും അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത്. അവൻ്റെ ഒരു പാച്ചുള്ള ഒട്ടാന്ന്. ഇതൊക്കെ എൻ്റെ നമ്മുടെ ഒരു ഇത്. പെട്ടെന്ന് ഒരുപാട് ജോലികൾ തീർക്കാറുണ്ട്. ആയിക്കോട്ടെ. അവന്റെ ഓന്തും നമ്മുടെ സ്ഥാനാർത്ഥിനെ പൊട്ടിക്കും. അവന്റെ മുഖവും പറ്റിയ മോന്തൊന്നല്ലേ? ആ ചിഹ്നത്തിന് പറ്റിയ മുഖം. ഇവിടെ എങ്ങോട്ടൊക്കെ അല്ലേ? എങ്ങ് ഇടേ. അടിപൊളി. ഓക്കെ കൊള്ളാം. ഇനി നമുക്ക് അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഉണ്ട്. അടുത്ത നമുക്കിനി തെമ്മാടിത്തരം കാണിക്കരുത്. എന്ത് തെമ്മാടിത്തരം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ പല തോന്നിയ ദിവസവും കാണിച്ചു. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന പല മതിലും നീ പോയി അതും ഇതും പറഞ്ഞ് നീ തിരിച്ചു അന്വേഷിച്ചു. ഇത് ഞങ്ങൾ സഹിക്കൂല. ഞങ്ങൾ ഇവിടെ ഒട്ടിച്ചിരുന്നതാണ്. ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ഒട്ടിച്ചിരുന്ന വലിച്ചു കയറിയിട്ടേക്കുന്നു. അത് കയറുവാടാ. എന്ത് നിനക്ക് കേട്ടാണ്ട് നീ ഇത് ഒട്ടിക്കേണ്ട ആവശ്യം തോന്നുന്നു. എന്തോ നീ ഇത് ഒട്ടിക്കേണ്ട ആവശ്യം തോന്നുന്നു. ഒട്ടിക്ക് വെറുതെ ചുമ്മാ ഒരു നേരം പോക്കിന് വേണ്ടി. നിന്റെ പാർട്ടിക്കാരനാണ് അത്. നീ അത് സംസാരിക്കണം. പിന്നെ ആ രീതിയിൽ ആദ്യം നീ പറയണം നിന്റെ പാർട്ടിയാണ് DDT. നിന്റെ DDT പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥി നിന്നെ കൊണ്ട് പറ്റിയാടാ? നിങ്ങളെ ആളെ കൊണ്ട് പറ്റിയാ? നീ അതൊന്നും അറിയണ്ട. ഞങ്ങള് നിന്റെ ഈ RDP ഉണ്ടല്ലോ, ഈ RDP ഇവിടെ നിന്ന് കെട്ടിക്കാൻ വേണ്ടി ഏത് ഊളേരെ കൂടെ ഞങ്ങൾ നിൽക്കും. ഇവിടെ പോസ്റ്റ് ഒട്ടിക്കും. നിന്നെ തോപ്പിക്ക് ഇവിടെ പറഞ്ഞു. നീ ഏത് ഊളേരെ ഇവിടെ നിൽക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. 10 പൈസ കേട്ടാ നീ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും എല്ലാം ചാടും. ഞങ്ങൾക്കൊരു പാർട്ടിയുണ്ട്, അതൊരു അച്ചടക്കമുണ്ട്. ഞങ്ങളൊരു പാർട്ടി നേതാവിനെ നിർത്തിയിട്ടുണ്ട്. നിന്റെയൊക്കെ പാർട്ടി ഇവിടെ കുറെ നാളായിട്ട് എന്തുണ്ടാക്കിയിടാ? ഇവിടെ എന്തുണ്ടാക്കിയതുകൊണ്ടാണ് ഇത്രയും കാലം ജയിച്ചോണ്ടിരിക്കുന്നത്. ഏതാണ്ട് വന്നേക്കണേ സ്ഥാനാർത്ഥി ഒരു പേറ്റ് മുറുക്ക് കിളവാൻ കുഴി കാലിട്ട് അയ്യോ നിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും പറയണ്ടേ. നേതാവിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ മാറിയത്. അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അതില്ലാത്ത നേതാവാണി മാറുവാണികൾ. നീ സംസാരിക്കരുത്. നേതാവെന്ന് പറഞ്ഞാൽ അതിന്റെ രീതിയിൽ നിൽക്കണോടാ. അതിനുള്ള കഴിവ് നിനക്കുമില്ല. നിന്റെ ആ ഓന്ത പിന്നെ അവന്റെ മുഖവും അതേ ചിഹ്നവും കിട്ടിയിട്ടുണ്ട്. അത് കലക്കിയിട്ടുണ്ട്. ആപ്പ് വെക്കി അവിടെ കൂടെ ഇവിടെ കൂടെ രഹസ്യമായിട്ട് ഈ ഇലക്ഷന് ഒരു കുന്തം നടക്കൂല. നീ എന്റെ നെഞ്ചത്തൊട്ടിക്കേ ഉള്ളൂ. നീ നോട്ടില്ല ഈ ഏരിയയിൽ ഒരൊറ്റ പോസ്റ്റ് നാളെ കാണൂല. നീ നോക്കിക്കോ. ഒരൊറ്റ പോസ്റ്റ് നിന്റെ ഈ അയ്യന് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അവന്റെ ഒരെണ്ണം കാണൂല. സുവർണ ഇലക്ഷൻ കഴിഞ്ഞാൽ നീ രക്തസാക്ഷിയാ കേട്ടോ. പാട്ടുകാരനാ പോളാ. കളിക്കുന്ന നമ്മുടെ
കഴിയട്ടെ. ഞാനങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. നിരത്തി ഒട്ടിക്കടാ, കംപ്ലീറ്റ് ഒട്ടിക്ക്. ആ